നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ അലീനയും കൊണ്ട് പോലീസുകാർ സ്റ്റേഷനിലേക്ക് വരുവാണ്. അങ്ങനെ അലീനയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കുറെ മീഡിയാസ് ഒക്കെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ചീഫ് അങ്ങോട്ട് വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീഡിയക്കാരൊക്കെ ചുറ്റും കൂടി. അലീന ആകെപ്പാടെ ഒന്ന് അന്താളിച്ചു പോയി. അലീന ഇത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. എന്തോ തന്നെ വലിയ കുറ്റവാളി എന്ന് പറഞ്ഞ പോലെയാണ് അവർ മീഡിയക്കാരൊക്കെ കാണുന്നത് എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടായി. അങ്ങനെ അലീനയോട് വനിതാ പോലീസുകാർ പറഞ്ഞു ഇറങ്ങടി എന്ന് പറഞ്ഞു. അങ്ങനെ അലീന ഇറക്കുന്ന സമയത്ത് മീഡിയക്കാരൊക്കെ ചുറ്റും കൂടുകയാണ്. അലീന എന്തോ ലൈംഗികമായിട്ട് അവന്മാരെ അതിക്രമിച്ചു എന്നാണൊക്കെ അവരുടെയൊക്കെ ചിന്ത. ശരിക്കും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അവന്മാർ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങുമ്പോഴത്തേനും അവന്മാരെയൊക്കെ മാറ്റി നിർത്തി അങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞിട്ട് അവന്മാരെയൊക്കെ കൊണ്ട് തള്ളി മാറ്റുവാണ്. അപ്പോഴേക്കും ഓരോരുത്തർ ഓരോ വൃത്തിയുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അലീനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായപ്പോ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു തെറ്റും ചെയ്യാതെയാണ് അലീന ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരെടുക്കുകയാണ്. പിന്നീട് അലീനയും കൊണ്ട് അകത്തേക്ക് പോന്നു. ഈ സമയത്ത് അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. എങ്ങനെ ഇവിടുന്ന് പോകുന്നു അറിയത്തില്ല. ഒരുപക്ഷെ താനൊരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ പിടിച്ച് അകത്തിടാനൊന്നും പറ്റില്ല. പിന്നെ എന്തൊക്കെയാന്ന് മുമ്പ് നടന്നേന്നുള്ള അതിനെക്കുറിച്ച് ചോദിക്കാനായിരിക്കും അലീന ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് കൃഷ്ണമോൾക്ക് വല്ലാത്ത ടെൻഷനായി. ദൈവമേ, അലീന ചേച്ചിയും കൊണ്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അലീന ചേച്ചി എപ്പോഴാണ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അലീന ചേച്ചി ഇനി അവർ പിടിച്ച് അകത്തിടുവോ എന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് കൃഷ്ണമോള് നേരെ ബബിതയുടെ അടുത്തേക്ക് എല്ലുവാണ്. ബബിതയുടെ അടുത്ത് പറഞ്ഞു, ബബിതേച്ചി അലീന ചേച്ചി വന്ന് പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത ചോദിച്ചു, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ബബിതേച്ചി എന്തായി പറയണേ? അലീന ചേച്ചിയെ പോലീസ് കൊണ്ടുപോയത്, അവളെ കൊണ്ടുപോകുന്നതിനിപ്പം നിനക്കെന്താ എന്ന് ചോദിച്ചു. ഇങ്ങനൊന്നും പറയരുത്. രോഹിത്തേടൻ ചെയ്ത തെറ്റിന്റെ പേരിലാണ് അലീന ചേച്ചിയെ പിടിച്ച് ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയിരിക്കുന്നത്. അവളെ കൊണ്ടുപോട്ടെ, അവളെ പോയി ചോദ്യം ചെയ്യട്ടെ. ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അവളെ ഇങ്ങോട്ട് വിട്ടോളും. അല്ലേ ചേച്ചി, നമുക്ക് എന്താ നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പോയി ചെയ്തോ, എന്നെ അതിൽ നിന്ന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അവള് വന്നിരിക്കുന്നു, വേറെ എന്തേലും പറഞ്ഞിട്ടാണ് കുഴപ്പമില്ല. അവള് പോയെങ്കിൽ അത്ര സമാധാനം ഓർത്ത് ഞാനിരിക്കുക. അവൾ അവിടെ കിടന്നാൽ മതിയായിരുന്നു ലോക്കപ്പിൽ, ഇങ്ങോട്ടേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത കൃഷ്ണമോളോട് ദേഷ്യപ്പെട്ടു. കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമായി. കൃഷ്ണമോൾ ആലോചിച്ച് എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്താലോ, മനുവേടനെ ഒന്ന് വിളിച്ചു നോക്കിയാലോന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് മനുശങ്കറിനെ വിളിക്കുകയാണ്. മനുശങ്കർ ചോദിച്ചു, എന്താ മോളെന്ന് ചോദിച്ചു. അതെ മനുവേട്ട, അലീന ചേച്ചിയെ പോലീസ് വന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞു. പോലീസോ? നീ എന്തൊക്കെയാ കൃഷ്ണ പറയണെന്ന് ചോദിച്ചു. അതെ, കുറച്ച് സമയമായുള്ളൂ. എന്തിനാന്നറിയില്ല. കുറച്ച് പോലീസുകാരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രോഹിത്തേണ്ട മുറിയിൽ പോയി മുറിയൊക്കെ പരിശോധിച്ചു. എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അലീന ചേച്ചിയോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അലീന ചേച്ചിയും കൂട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. അല്ല, അവര് കാര്യമൊന്നും പറഞ്ഞില്ലേ? ഇല്ല, കാര്യമൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനുശങ്കർ ഞെട്ടി. ഇനി എന്തിനായിരിക്കും? അവിടെ വെച്ച് ചോദ്യം ചെയ്യാന്നുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ അവിടെ വെച്ച് ചോദ്യം ചെയ്യാം. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ ചോദ്യം ചെയ്യാനായിട്ട് അവള് കുറ്റവാളിയൊന്നും അല്ലല്ലോ. മനുവേട്ട, എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. അവരും ചേച്ചിനെ പിടിച്ച് അകത്തിടുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. മോള് പേടിക്കൊന്നും വേണ്ട. അല്ല ബബിത എന്തേ? ബബിതേച്ചി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പേടിക്കൊന്നും വേണ്ട, ഞാൻ പോയി അന്വേഷിച്ചോളാന്ന് പറഞ്ഞു. അല്ല, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മനുശങ്കർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കമല ചോദിച്ചു, നീ ഇതെങ്ങോട്ടാ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക്. എന്താ, ഹരിയെ കാണാനോ മറ്റാണോ? ഹരിയെ കാണാനല്ല, അലീനയെ കാണാനെന്ന് പറഞ്ഞു. അലീനയെ കാണാനോ? അവളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴാണ് കൃഷ്ണമോള് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത്. അവളെ കൊണ്ടുപോയോ? നല്ല കഥയെ, എല്ലാത്തിനും കാരണം അവളാണല്ലോ. അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മനുശങ്കർ പറഞ്ഞു, അമ്മ എന്താ അമ്മ ഇങ്ങനെ കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയരുത്. അതിന് അവൾ എന്ത് തെറ്റ് ചെയ്തു? എടാ, അവള് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ. എന്താ, നിങ്ങളുടെ മകനെ നിർബന്ധിച്ച് അവളാണോ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ? ഒരു പാമ്പിടിച്ച പെൺകുട്ടിയെ പ്രേമം നടിച്ച് വശീകരിച്ച് വശത്താക്കി. അതും മാത്രമല്ല 3-4 പേർക്ക് കാഴ്ച വെച്ചിട്ട്. എന്നിട്ട് നാണമുണ്ട് അമ്മയ്ക്ക് അമ്മയുടെ മകനെ ന്യായീകരിച്ചിട്ട് മറ്റുള്ള പെൺകുട്ടിയെ കുറ്റപ്പെടുത്താനെന്ന് ചോദിച്ചു. അത് കേട്ടതും കമല പറഞ്ഞു, അവൾ ആ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആയിക്കോട്ടെ, എനിക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അല്ല, നീ എന്തിനാ അവളെ കാണാൻ പോവാണോന്ന് ചോദിച്ചു. അതെ, അമ്മയ്ക്ക് എന്താ പിടിച്ചില്ലേന്ന് ചോദിച്ചു. ഇത് കേട്ട് വെച്ചപ്പോഴത്തേനും കമല പറഞ്ഞു, അങ്ങനെ നീ അങ്ങോട്ട് പോകാൻ വരട്ടെ. നിന്റെ അനുജൻ അവിടെ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ പോയില്ല. എന്നിട്ട് ഏതോ ഒരുത്തി എവിടെയോ കിടന്നവള് ഇപ്പൊ ബാലേന്ദ്രന്റെ മോളെന്നും പറഞ്ഞവള് നിൽക്കുക. അപ്പം അവളെ കാണാൻ വേണ്ടി അവൻ പോന്നു പോലും. ഇത് കേട്ട് കഴിഞ്ഞപ്പം മനുശങ്കരൻ നല്ല ദേഷ്യം വന്നു. അമ്മ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. കമല പറഞ്ഞു, അങ്ങനെ ഇപ്പം ഞാൻ മാറുന്നില്ല. നീ പോകുന്ന എനിക്കൊന്ന് കാണണം. ഞാനാണോ നിനക്ക് വലുത് അതോ അവളാണോ എന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം
മണിശങ്കർ പറഞ്ഞു, അമ്മ വെറുതെ പൊട്ടത്തരൊന്നും പറയില്ല അമ്മേ. അമ്മയെ ചിലപ്പം എനിക്ക് ബുദ്ധിമുട്ടിക്കേണ്ടതായിട്ട് വരും. അങ്ങോട്ട് മാറി നിൽക്കുന്ന അമ്മയ്ക്ക് നല്ലത്. അല്ലാതെ ഇങ്ങനെ മുട്ടാക്കി ചോദ്യം ചോദിച്ചിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. അലിയനിക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയണം. അവിടെ അങ്കിളും ഇല്ല, വേറെ ആരുമില്ല, ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടിയാ. അതുകൊണ്ട് എനിക്ക് അവളെ പോയി ഇറക്കിക്കൊണ്ട് വന്നേ മതിയാവുള്ളൂ പറഞ്ഞു. മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ആ കയ്യും കൂടെ തട്ടി മാറ്റിക്കൊണ്ട് ഇറങ്ങുവാണ്. ഒരു നിമിഷം കമല ഞെട്ടിപ്പോയി. കമല വിളിച്ചു പറഞ്ഞു, എനിക്കറിയാടാ നിന്റെ മനസ്സിൽ പലതും ഉണ്ടെന്ന്. അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. കണ്ടില്ലേ, സ്വന്തം ചോര കിടക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനൊരു കുലുക്കമില്ലായിരുന്നു. ഇപ്പൊ അവൾ ലോക്കപ്പിൽ കയറി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പോകുന്ന പോക്ക് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പൊലമ്പിക്കൊണ്ടിരിക്കുക. കമലയുടെ വിചാരം അലിനെ പിടിച്ച് ലോക്കപ്പിലിട്ടെന്നാ, ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചോണ്ട് പോയതാ എന്നൊന്നും കമല ചിന്തിച്ചത് പോലുമില്ല. ഇതേ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു ബാലേന്ദ്രന്. കാരണം എങ്ങനെയാ ഏതാ ഒന്നും അറിയത്തില്ല. അപ്പോഴേക്കുമാണ് സുലോചന അങ്ങോട്ടേക്ക് വരുന്നത്. സുലോചന വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ബാലേട്ട, കുറവുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, കുറവ്, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതിയെന്നുള്ളൂ ബാലേട്ട. അത് ശരിക്കും കുറയാതെ എന്താണല്ലോ, ഇവിടുന്ന് പോവാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, നിന്നോട് ആരാ കാര്യങ്ങളൊക്കെ പറഞ്ഞേ? അത് എന്നോട് ഏട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയണം. ഗോവർദ്ധനം കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന്. പിന്നീട് ചില അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുലോചന, ഒന്നും അറിയില്ല ഏട്ടാ, കാരണം എന്തേലും അറിയാമെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയത്തില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. രോഗത്തിൻ്റെ കാര്യം ഓർത്തിട്ട്, പിന്നെ വീട്ടിലാണെങ്കിലും അവർ തനിച്ചുള്ളൂ. ഇനിയിപ്പോൾ പോലീസ് വീട്ടിലേക്ക് വരുമോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുലോചന പറഞ്ഞു, അങ്ങനെയൊന്നും വരത്തില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും തെളിവെടുപ്പിന് എന്തെങ്കിലും കൊണ്ടുവന്നാലും ഉള്ളൂ. അല്ല, ഗോവർദ്ധൻ എന്ത് പറഞ്ഞു? വക്കീലിനെ വല്ല ഏർപ്പാടൊക്കെ മറ്റോ ചെയ്തോ? വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയിട്ടുണ്ട്. ബാലേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും മക്കളായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും സുലോചനെ? അവനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചിരുന്നേ. ഇനിയിപ്പം നാളെ മുതൽ മറ്റുള്ളവർ മുന്നിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കും? എൻ്റെ മക്കൾ എങ്ങനെ കോളേജിൽ സ്കൂളിലൊക്കെ പോവും? അവൻ്റെ ഭാവി എന്താവും? അവൻ ഇനി കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ അവന് പഠിക്കാൻ പറ്റുമോ? ഇങ്ങനെ പീഡന കേസിൽ ഇരയായ ഒരുത്തനെ കോളേജിൽ ഇനി നിർത്തുവോ? അങ്ങനെയൊക്കെ നൂറ് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബാലേന്ദ്രൻ ഉണ്ടായിരുന്നത്. അപ്പോഴേക്ക് സുലോചന പറഞ്ഞു, ഏട്ടാ അതൊക്കെ ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചും പറഞ്ഞിട്ട് കാര്യമില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, അവൻ്റെ പോക്ക് ശരിയല്ല എന്ന് എനിക്ക് തോന്നലുണ്ടായിരുന്നു. അവനെ ഞാൻ വിളിച്ച് വാൺ ചെയ്താണ്. കൊല്ലപ്പള്ളിയിലെ ഹരിയുമായിട്ടുള്ള കൂട്ടത്ര ശരിയല്ലെന്ന്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞൊന്നും അത് കേട്ടില്ല. അതെങ്ങനെയാ, ഓരോ കുടുക്കി ചെന്ന് ചാടിക്കഴിയുമ്പോഴല്ലേ എല്ലാവരും പഠിക്കുള്ളൂ പറഞ്ഞു. സുലോചനയ്ക്കറിയാം ബാലേന്ദ്രൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. സുലോചന മാക്സിമം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നീട് ചോദിച്ചു, അല്ല കൃഷ്ണമോളും ഭവിതയൊക്കെ സ്കൂളിലും കോളേജിലൊന്നും പോയിട്ടില്ലോ അല്ലേ? ഇല്ലാന്നാ പറഞ്ഞത്. അവർക്ക് അങ്ങനെ പോകാൻ പറ്റുമോ ഏട്ടാ? ഇനിയിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നിൽക്കും? അവരെയൊക്കെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ടിഞ്ഞും ബാലേന്ദ്രൻ പറഞ്ഞു, ഇതിനേക്കാളും ഭേദം അന്ന് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നായിരുന്നു. അതാണെങ്കിൽ ഇതൊന്നും കാണുകയും കേൾക്കുകയൊന്നും വേണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുലോചന പറഞ്ഞു, ഏട്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് മാത്രം സമയം കാണത്തുള്ളൂ, ഇതിനെയൊക്കെ തരണം ചെയ്യണമെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അലീനയുള്ള ഇപ്പോഴത്തെ ഒരു ആശ്വാസം, അവൾ വീട്ടിലുണ്ടല്ലോ, അവൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. സുലോചന പറഞ്ഞു, അത് ശരിയാ ബാലേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ചോദിച്ചു, അല്ല വൈജേച്ചി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണോ? അറിയില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കാം, വൈജേച്ചി അറിഞ്ഞോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അവൾക്ക് അറിഞ്ഞാലും ഒരു കുഴപ്പമില്ലായിരിക്കും, അവളുടെ കാര്യം അറിയാലോ, കുറ്റം മുഴുവൻ മിക്കവാറും എൻ്റെ തലയിലേക്കായിരിക്കും കെട്ടിവെക്കാനായിട്ട് അവൾ ശ്രമിക്കണേ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് സുലോചന വൈജയെ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇതേ സമയത്ത് വൈജയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. എന്തായത് അങ്ങനെയൊന്നും അറിയില്ല. ശിവശങ്കരനെ വിളിക്കുകയാണ്. ശിവശങ്കരനെ വിളിച്ചിട്ട് ശിവശങ്കരൻ പറഞ്ഞു, അല്ല ശിവേട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അറിഞ്ഞു. അല്ലെ എന്താ അവരെ പുറത്തിറക്കണ്ടേന്ന് ചോദിച്ചു. പുറത്തിറക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിവിടുന്ന് അങ്ങോട്ടേക്ക് വരാനാ മനു പറഞ്ഞിരിക്കുന്നത്. ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണെന്നാ പറയുന്നത്. അത് കേട്ടപ്പോൾ വൈജി പറഞ്ഞു, എനിക്കിവിടുന്ന് എഴുന്നേക്കാൻ പോലും മേലെന്ന് അറിയാലോ. അത് തന്നെയല്ല, ബാലേന്ദ്രൻ അപ്പുറം എങ്ങാണ്ട് അഡ്മിറ്റാന്ന് പറയുന്നത് കേട്ടു അറ്റാക്കായിട്ട്. ഇനിയിപ്പോൾ രോഹിത്തിൻ്റെ കാര്യമൊക്കെ എടുത്തിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കിവിടുന്ന് എഴുന്നേറ്റാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ശിവേട്ട എന്തെങ്കിലും ചെയ്യണം, പിള്ളേരെ അവർ പിടിച്ച് നന്നായിട്ടിരിക്കും, അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്താ ഏതാന്ന് എങ്ങനെയാന്നൊക്കെ അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. അതിപ്പം ഹരിയെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നൊക്കെ പറഞ്ഞേ. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വൈജയന്തി പറഞ്ഞു, എല്ലാത്തിനും കാരണം ഹരിയ. ഇതിനു മുമ്പ് അവനെ വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ രോഹിത്തിനോട് പറഞ്ഞാന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ നോക്കട്ടെ,
പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിയ കൂടുമോന്ന് അറിയത്തില്ല എന്നൊക്കെ ശിവശങ്കരൻ പറയാണ്. അങ്ങനെ വൈജയന്തി ഇരിക്കുന്ന സമയത്താണ് സുലോചന അങ്ങോട്ട് വരുന്നേ. സുലോചന വൈജയന്തി ചോദിച്ചു, എങ്ങനെയുണ്ട് ചേച്ചി, ഇപ്പൊ കുറവുണ്ടോന്ന് ചോദിച്ചു. കുറവുണ്ട്, ശരീരത്തിന് കുറവുണ്ട്, പക്ഷെ മനസ്സിനാണ് പ്രശ്നം. ഇത് കേട്ടപ്പോൾ സുലോചന പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു പറഞ്ഞു. പിന്നീട് സുലോചനയോട് വൈജയന്തി ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. സുലോചനയ്ക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സുലോചനയും പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു, എങ്ങനെയെങ്കിലും അവരെ ഒന്ന് ഇറക്കിയാൽ മതിയായിരുന്നു. എല്ലാത്തിനും കാരണം അവളാ, അലീന. അവൾ വന്ന് കയറിയതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. സുലോചനയ്ക്ക് നല്ല ദേഷ്യം വന്നു. സുലോചന വൈജയന്തിയെ കുറെ ചീത്തയും പറയുന്നുണ്ട്. രോഹിത് ഈ തെറ്റൊക്കെ ചെയ്തേന് എന്തിനാ ആ പാവം പിടിച്ച പെണ്ണിനെ കുറ്റപ്പെടുത്തുന്നേ? അതിപ്പോ വീട്ടിലുള്ളതല്ലേ, ഒരു നല്ല കാര്യമില്ല എന്നൊക്കെ ചോദിക്കുക. പക്ഷെ വൈജയന്തിക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതേ സമയത്ത് അലീനെ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് കയറ്റിക്കൊണ്ട് പോകണം. അപ്പോഴാണ് അലീനെ ആ കാഴ്ച കാണുന്നത്. രോഹിത്തും അതുപോലെ തന്നെ ഹരിശങ്കറും ഒക്കെ സെല്ലിനകത്ത്. ഒന്നിനും ഷർട്ടും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ബർമൂട മാത്രമേ ഉള്ളൂ. അതിട്ടോട് അങ്ങനെ നിൽക്കുകയാണ്, സെല്ലിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് നെഞ്ചു പൊട്ടി. രോഹിത്തിനെ കണ്ടു കഴിഞ്ഞപ്പം തൻ്റെ സഹോദരനാണ്. രോഹിത്തിന് അലീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തിൻ്റെ തല കുനിഞ്ഞു. തലയുടുത്ത് നോക്കാൻ പോലും മടിയായി. പക്ഷെ ഹരിശങ്കറിന് ഒരു കുലുക്കവും ഇല്ലായിരുന്നു. ഹരിശങ്കർ കൂളായിട്ടാണ് നിൽക്കുന്നത്. അലീനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹരിശങ്കർ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം വനിതാ പോലീസുകാർ പറഞ്ഞു, നടക്കടീന്ന് അങ്ങോട്ട് പറയണം. അലീനെ നോക്കി. അലീനയ്ക്ക് മനസ്സിലായി നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പോലീസുകാർ നല്ല രീതിയിൽ തന്നെ തല്ലി ചാച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അലീനയെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അപ്പോഴേക്കും SI അങ്ങോട്ട് വന്നു. SI വന്നിട്ട് അലീനയോട് ഇരിക്കാൻ പറഞ്ഞു. അലീന അവിടെ ഇരുന്നു. അലീനയെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അലീന ഒന്നും മിണ്ടാതിരിക്കുക. കണ്ടല്ലോ, സെല്ലിനകത്ത് കിടക്കുന്നവന്മാരെ കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ അങ്ങ് തല്ലിച്ചതച്ചു. തത്ത പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി നീ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല, സത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞോളെന്ന് പറഞ്ഞു. പിന്നീട് അലീനയോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ, സത്യം പറ, നിന്റെ ചിത്രങ്ങളൊക്കെ അവരുടെ കൈ വന്നേന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, എനിക്കറിയില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞു. അലീനയ്ക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിലും അലീനയുടെ ചിത്രമാണെന്നൊക്കെ അവന്മാര് വെറുതെ പറഞ്ഞായിരുന്നു. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അലീനയുടെ വായിന്ന് എന്തെങ്കിലും വീഴുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരിച്ചു മറിച്ചുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അലീനയോട് ചോദിച്ചു, സത്യം പറ, നിന്നെ മുമ്പ് അവർ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ ചോദിച്ചു. അലീന പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് ആ ജ്യൂസ് കുടിച്ച് ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അലീനയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് മണിശങ്കർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് SI ചോദിച്ചു, എന്താ? SI അല്ല, പോലീസ് കോൺസ്റ്റബിൾ ചോദിച്ചു, എന്താന്ന് ചോദിക്കുക. അല്ല, ആ കടപ്പാട്ട് വീട്ടിൽ നിന്ന് അലീനെന്ന് പറയുന്നൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവളെ കാണാൻ വേണ്ടി വന്നാ. എന്തിനാ ഏതാണെന്നും അറിയത്തില്ല. ഓ, അതാണോ? സാറ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ കുറച്ചു നേരം പുറത്തിരിക്കാൻ പറഞ്ഞു. അല്ല സാറേ, അതിന് മാത്രം തെറ്റെന്താ അവള് ചെയ്തേ? അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെ എന്തിനാ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ട് ചോദ്യം ചെയ്തതെന്ന് ചോദിച്ചു. അത് സാറിനോട് ചോദിച്ചാൽ അറിയത്തുള്ളൂ, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താളും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. മനുഷ്യങ്ങനെ ടെൻഷനാ, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. മനുഷ്യങ്കർ ഇങ്ങനെ ആലോചിച്ചു, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. ഗോവർദ്ധനെ വിളിക്കുകയാണ്. ഗോവർദ്ധനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയണം. നിങ്ങളെ എന്തേലും പെട്ടെന്ന് ചെയ്യണം, ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറയണം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും അലീനയെ രക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം അലീനയെ തിരിച്ചു മറിച്ചും ചോദ്യം ചെയ്താലും അലീന ഉള്ള സത്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ അലീനയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം അവര് ഇല്ലാത്ത കുറേ ചോദ്യങ്ങളൊക്കെ അലീനയോട് ചോദിക്കുന്നുണ്ട്. അലീനയെ ഭീഷണിപ്പെടുത്തി ഓരോ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അലീന അതിനകത്തൊന്നും വീഴുന്നില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.